നമസ്കാരം. ഇന്ന് ഫിറ്റ്നസ് ക്ലബ്ബുകൾ അല്ലെങ്കിൽ വെൽനെസ് ക്ലബ്ബുകൾ അല്ലെങ്കിൽ ജിമ്മുകളൊക്കെ നമ്മുടെ ദൈനംദിനം ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് വ്യായാമമാണ്. അപ്പോൾ ഈ വ്യായാമം എന്നുള്ളത് എത്രയാണ് ഒരാൾക്ക് ആവശ്യം, ഏത് വയസ്സിലാണ് വ്യായാമം തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഏത് വയസ്സ് വരെ വ്യായാമം ചെയ്യാം എന്നൊക്കെ ഒരുപാട് ആശങ്കകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ, വ്യായാമം എന്നുള്ളത് ഏത് വയസ്സിലും ഏത് പ്രായക്കാർക്കും ഏത് ആരോഗ്യസ്ഥിതിയിലുള്ളവർക്കും ഒക്കെ ആവശ്യമാണ്. അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നുള്ളതല്ലാതെ ചെറിയ കുട്ടികൾക്ക് ചെയ്യാവുന്ന വ്യായാമങ്ങളുണ്ട്, അവർ ചെയ്യേണ്ടതുണ്ട്. അതിൽ മാതാപിതാക്കൾക്ക് ഒരുപാട് ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. പ്രായക്കൂടുതലുള്ളവർക്ക് ചെയ്യേണ്ട വ്യായാമങ്ങളുണ്ട്, അവർ ഈ വ്യായാമം ചെയ്യേണ്ടതാണ്. ചെറുപ്പക്കാർക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ 40 വയസ്സിന് ശേഷം ജീവിതശൈലി രോഗങ്ങൾ തടയാനും മസിൽസിൻ്റെ ബലം ക്ഷയിക്കാതിരിക്കാനും വ്യായാമങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അപ്പം ഈ എല്ലാ വയസ്സിലും അല്ലെ എല്ലാ പ്രായക്കാർക്കും തരാതരത്തിലുള്ള വ്യായാമം അത്യാവശ്യമാണ്. അപ്പോൾ ഇവരെത്തരത്തിലുള്ള വ്യായാമത്തിലൊക്കെയാണ് ഏർപ്പെടേണ്ടത് ഒന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഊന്നൽ നൽകുന്ന വ്യായാമം എന്ന് പറയുന്നത് എയറോബിക് വ്യായാമമാണ്, അല്ലെങ്കിൽ എൻഡ്യോറൻസ് എക്സസൈസ്. നടപ്പ്, ജോഗിങ്, റണ്ണിങ്, അല്ലെങ്കിൽ നീന്തൽ, അല്ലെങ്കിൽ സുംബ, അല്ലെങ്കിൽ മറ്റ് നൃത്ത രൂപങ്ങൾ, ഇവയൊക്കെ ഈ എൻഡ്യോറൻസ് എക്സസൈസ് എന്ന് പറയുന്ന വകഭേദത്തിൽ ഉൾപ്പെടുന്നതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി, അതായത് നമ്മുടെ ജോയിൻസിൻ്റെയൊക്കെ ചലനശേഷി ഒക്കെ കൂട്ടാനായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി എക്സസൈസസ് ആണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യോഗ ആസനങ്ങൾ, അല്ലെങ്കിൽ സൂര്യ നമസ്കാരം എന്നൊക്കെ പറയുന്നത് ഈ ഫ്ലെക്സിബിലിറ്റി എക്സസൈസസിൽ ഉൾപ്പെടുന്നതാണ്. ഇവയും കൂടെ എയറോബിക് വ്യായാമങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തുകയാണ് ഏറ്റവും ഉത്തമമാണ്. നമുക്കറിയാം, പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് ചമ്രം പൊട്ടിയിരിക്കാൻ അല്ലെങ്കിൽ കുത്തിയിരുന്നിട്ട് സപ്പോർട്ടില്ലാതെ എഴുന്നേൽക്കാനൊക്കെ വളരെ വിഷമം ഉണ്ട് എന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസിൻ്റെ ചലനം കൂട്ടുക. രണ്ടാമത്തെ, നമ്മുടെ കാലുകളുടെ ബലം കൂട്ടുക, പേശികളുടെ ബലം കൂട്ടുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വ്യായാമ മുറകളിലേക്ക് പോകാം. അതിൻ്റെ പേരാണ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ്. അത് നമ്മൾ അത്യന്താപേക്ഷിതമാണ്. അത് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമായിരുന്നു മുമ്പ് കാലങ്ങളിൽ. പക്ഷേ ഈ ജിമ്മുകളിൽ ചെയ്യുന്ന ഡംബൽസ് അല്ലെങ്കിൽ മറ്റുപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ ഒക്കെ മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ പേശികൾക്ക് ബലം കൂട്ടാനുള്ള വ്യായാമങ്ങളാണ്. ഇത്തരത്തിലുള്ള വ്യായാമം നമ്മൾ സാധാരണ പ്രായം കൂടുതലുള്ള അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു കൺസേൺ ഉണ്ട്, ഒരു പേടിയുണ്ട്, ഒരു ആശങ്കയുണ്ട്. ഇത് ചെയ്താൽ വല്ല ഉളുക്കു വീഴുവോ, അല്ലെങ്കിൽ പ്രശ്നമാവുമോ, മസിൽ ഇഞ്ചുറി വരുമോ? അങ്ങനെയൊന്നുമില്ല. സാധാരണ ചെറുപ്പക്കാരിൽ ചെയ്യാവുന്ന ഈ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് 40കളിൽ കഴിയുമ്പോൾ അവയ്ക്ക് പ്രാധാന്യം കൂടുകയാണ്. ജീവിതശൈലി രോഗങ്ങൾ തടയാനും പിന്നെ ക്ഷയിച്ചു വരുന്ന മസിലിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കണക്കാക്കുന്ന ഏകദേശം 40 വയസ്സ് കഴിയുമ്പോൾ ഏകദേശം ഓരോ വർഷവും ഒരു 15% പേശികളുടെ ശക്തി അല്ലെങ്കിൽ പേശികളുടെ ബലം ക്ഷയിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ കുറഞ്ഞു വരുന്ന പേശികളുടെ ബലം നിലനിർത്താൻ നമുക്ക് ഈ വ്യായാമം പ്രത്യേകിച്ച് 40 കഴിഞ്ഞ ആൾക്കാരിൽ വളരെ അത്യാവശ്യമാണ്, ചെയ്യേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ച് യാതൊരു ആശങ്കയും ആവശ്യമില്ല. 4ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബാലൻസിങ് എക്സസൈസസ് അല്ലെങ്കിൽ കോർഡിനേഷൻ എക്സസൈസസ്. ഇവയ്ക്ക് വളരെ പ്രാധാന്യം വരുന്ന കൂടുതലുള്ളവരിലാണ്. വീഴ്ചകൾ തടയാൻ പ്രായമാകുമ്പോൾ പോലും ആരെയും പിടിക്കാതെ, തട്ടാതെ, മുട്ടാതെ ഒക്കെ സുഗമമായിട്ട് നടന്നു പോകാൻ ഒക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു വ്യായാമം, ഒരു രീതിയാണ്. അതിൽ പല യോഗ ആസനങ്ങളും ഈ ബാലൻസിങ് എക്സസൈസസിന് ഉപകരിക്കുന്നതാണ്, അല്ലെങ്കിൽ ബാലൻസിങ് എക്സസൈസ് എന്ന് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 വ്യായാമ മുറകളും നമ്മൾ മനസ്സിലാക്കുക. അവയെ കൃത്യമായി ഇടകലർത്തി എല്ലാ പ്രായക്കാരിലും ഇവ ചെയ്യാവുന്നതാണ്. താങ്ക് യു.